കഠിനംകുളത്തെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കം എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. യുവതിയുടെ സുഹൃത്തും കൊല്ലം സ്വദേശിയുമായ ജോൺസൺ ആണ് പ്രതി എന്നതിന് പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി അറിയുന്നു. വിവരങ്ങൾ തീർച്ചയായിട്ടും രോഹിണി, തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയുമായ ജോൺസൺ ആണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ 1 വർഷക്കാലമായിട്ട് മരിച്ച ആതിരയുമായിട്ട് ജോൺസൺ അടുപ്പത്തിലായിരുന്നു. 1 ലക്ഷത്തോളം രൂപ യുവതിയിൽ നിന്നും ജോൺസൺ വാങ്ങിയിരുന്നു. ഈ കൊലപാതകത്തിന് 3 ദിവസം മുന്നേ തന്നെ ജോൺസൺ ആതിരയുടെ പക്കൽ നിന്നും 2500 രൂപ വാങ്ങി. ഒരാഴ്ച മുന്നേ തന്നെ ജോൺസൺ പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഇവിടെ വെച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. നേരത്തെ ആതിരയും ജോൺസണുമായി പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ 9 മണിയോട് കൂടിയാണ് ആതിരയുടെ വീട്ടിൽ ജോൺസൺ എത്തുന്നത്. ഇവിടെ വെച്ച് യുവതി ആതിര ജോൺസൺ ചായ കൊടുത്തു. പിന്നീട് യുവതിക്ക് എന്തോ കഴിക്കാൻ നൽകി. ഇതിൽ മയങ്ങുന്ന എന്തോ കലർത്തിയിരുന്നു. യുവതി മയങ്ങിയതിനു ശേഷമാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കത്തി കൊണ്ട് കഴുത്തിന് കുത്തിയിറക്കുന്നത്. അന്നേ ദിവസം പ്രതി പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായാണ് എത്തിയതെന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി ഇവർ ഏതാണ്ട് 1 വർഷക്കാലമായിട്ട് പരിചയത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു പൊതു ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ജോൺസൺ ആതിരയുടെ വീട്ടിൽ വരികയും ഇത് ആതിരയുടെ മാതാപിതാക്കൾ കാണുകയും ചെയ്തിരുന്നു. അത് അന്നും തർക്കമുണ്ടായി. മരണത്തിന് 2 ദിവസം മുന്നേ ജോൺസന്റെ പേരിൽ ഭർത്താവ് രാജീവുമായിട്ട് ആതിര വഴക്കുണ്ടായിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ ജോൺസന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിലിപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോണുകളും ആതിരയുടെ ഫോണും ചേർത്തുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിലിപ്പോൾ പ്രതി ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജോൺസനെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.